നമസ്കാരം. കഴിഞ്ഞ ദിവസം DSEയുടെ പ്രീമിയർ ഷോ ഒക്കെ കണ്ടിട്ട് വന്നപ്പോൾ വളരെ ആവേശഭരിതമായിട്ടാണ് നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്തത്. പല പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും. വളരെ ആവേശത്തോടു കൂടിയാണ് റിവ്യൂ. അതുകൊണ്ട് കൃത്യമായി ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അത്രമാത്രം തല കിറങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു ആ സിനിമ കണ്ടിട്ട് ശേഷം. എന്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, എന്തൊരു ഓഡിയൻസ്. അതൊക്കെ വല്ലപ്പോഴും മാത്രം വീണ് കിട്ടുന്ന അവസരം കാണട്ടോ. അമ്മാതിരി ഓഡിയൻസൊക്കെ പേടിപ്പിക്കുന്ന പടങ്ങൾക്ക് അനാവശ്യമായ കൂകി വിളികളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാണ്ട് പിൻ ഡ്രോപ്പ് സൈലൻസ്, ഒരു മുട്ടുസൂചി എടുത്ത് താഴെയിട്ട് അതിൻ്റെ ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള അമ്മാതിരി ജെം ഓഫ് എൻ ഓഡിയൻസ്. അവരോടൊപ്പമാണ് ഇരുന്ന് DSEയെ കണ്ടത്. അതിൻ്റെ ആവേശത്തിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ റിവ്യൂ ഇട്ടത്. പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ സിനിമ സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ കേട്ടോ. റോഹൻ എന്ന കഥാപാത്രമാണ് പ്രണവ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. അൾട്രാ റിച്ച്, ഫിൽത്തി റിച്ച്, അമ്മാതിരി കഥാപാത്രമാണ് റോഹൻ്റേത്. അങ്ങ് മദ്യപിച്ച് സുഹൃത്തുക്കളോടൊപ്പം യാതൊരു ലക്കും ലഗാനുമില്ല, അച്ഛനും അമ്മയും കൂടെയില്ല, അങ്ങനെ ഒരു കഥാപാത്രത്തെ പ്രണവ് അവതരിപ്പിക്കുകയാണ്. നമുക്ക് പ്രണവിൻ്റെ ഫസ്റ്റ് ഷോട്ട് തൊട്ട് കഴിഞ്ഞാൽ പ്രണവിൻ്റെ ക്യാരക്ടർ വ്യക്തമാണ്. ഇതുപോലെ മറ്റേ അങ്ങ് പോണ പരിപാടി ഉണ്ടല്ലോ, ഒരു ലക്കും ലഗാനും ബ്രേക്കും വെല്ലും ഒന്നും ഇല്ലാത്ത നൂലഴിച്ച പട്ടം പോലെ ഇങ്ങ് പറന്നു പോകുന്നൊരു കഥാപാത്രം. ആ കഥാപാത്രം അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങളൊക്കെ കൂടിയാണ് സിനിമ സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞാലും സ്പോയിലറാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് തൊട്ട പ്രശ്നമാണ്. പക്ഷെ എന്നാൽ പറയാതിരിക്കാനും പറ്റത്തില്ല. ഇത് എന്ത് പറഞ്ഞാലാണ് നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതല്ലോ. ഒരു ഗംഭീര ക്യാമിയോ ഉണ്ട്, അനുഭവിച്ച് ആസ്വദിച്ച് മനസ്സിലാക്കുക. എല്ലാത്തിനേക്കാളുപരി രാഹുൽ മാഡ് കിങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ID പേര്. രാഹുൽ സദാശിവൻ എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ID പേരാണ് രാഹുൽ മാഡ് കിങ്. സത്യം പറഞ്ഞാൽ ഹീസ് എ മാഡ് കിങ്. ഒരു ഭ്രാന്ത് പിടിച്ച രാജാവിനെ പോലെയാണ് അയാൾ ക്യാമറയ്ക്ക് പിന്നിലെന്ന് പറയേണ്ടി വരും. വാട്ട് എ ഗെയിം മാൻ. നമ്മളായിട്ട് കളിപ്പിക്കുകയാണ് ആ സംവിധായകൻ. അയാൾ നമ്മളായിട്ട് ചതുരംഗ കളിയിട്ട് കളിപ്പിക്കുന്ന പോലെ നമ്മളിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ മ്യൂസിക് എന്നൊക്കെ ഇപ്പോൾ ക്രിസ്റ്റോ സേവിയറാണ് എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ജെം ഓഫ് എ വർക്ക്. അത് ഈ മ്യൂസിക്കിനേക്കാളുപരി ഇത് കൊടുത്തിരിക്കുന്ന സൈലൻസ് ഉണ്ടല്ലോ, എവിടെയൊക്കെ സൈലൻസ് പ്ലേസ് ചെയ്യണം, ലൈറ്റിംഗ് പാറ്റേൺ എന്ത് പോകണം, ഒരു ബ്രീസ് എത്ര സ്പീഡിൽ അടിക്കണം, അതിൻ്റെ ശബ്ദം എത്ര ഓഡിയൻസ് കേൾക്കണം തുടങ്ങി ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടിട്ട് അഭിമാനം തോന്നുന്നതിനേക്കാൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം അടിക്കുക എന്നൊക്കെ പറയത്തില്ലേ. യെസ്, ദിസ് ഈസ് മലയാളം സിനിമ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു ലെവൽ അഡ്രിനാലിൻ റഷും കിക്കും ഹൈയും ഒക്കെയാണ് ഇന്നലെ രാത്രി കിട്ടിയത്. ആ ഹൈ രാവിലെ എഴുന്നേറ്റതിന് ശേഷവും പോയിട്ടില്ല. വീണ്ടും DSEയെ പോയി കാണും, വീണ്ടും അത് എക്സ്പ്ലോർ ചെയ്യും. ആ സിനിമ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട സിനിമയാണ്. ആ സിനിമ വീണ്ടും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. ആ സിനിമ ഫോണിൽ വന്നു കഴിഞ്ഞാൽ പോലും ഹെഡ്സെറ്റ് വെച്ച് ഇരുട്ടത്ത് ഒറ്റക്കിരുന്ന് വീണ്ടും കാണേണ്ട സിനിമയാണ്. ഇറ്റ് ഈസ് വൺ ഹെൽ ഓഫ് എ തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് ഈസ് ഗോണ ബി വൺ ഹെൽ ഓഫ് എ ഫോൺ എക്സ്പീരിയൻസസ്. അത് നിസ്സംശയം പറയാൻ പറ്റുന്ന രീതിയിൽ അമ്മാതിരി വർക്കാണ് പടത്തിലുടനീളം. സിനിമാറ്റോഗ്രഫി വാസ് എക്സലൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറ്റവും കുറവൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ജുബിൻ ഗോപിനാഥ് ആവട്ടെ, പ്രണവ് ആവട്ടെ മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവസാനം ഒരു ക്യാമിയോ വേഷത്തിലെത്തുന്ന പുള്ളിയുടെ അമ്മ പേടിച്ചു പോയെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രകടനമൊക്കെ കണ്ട് പേടി, ഭയം, ചില്ല്, അവരൊരു കഥയൊക്കെ നറേറ്റ് ചെയ്യും. ഞാൻ അത് സ്പോയിലറൊന്നും പറയുന്നില്ല. അവരൊരു കഥ നറേറ്റ് ചെയ്യുന്ന സീനുണ്ട് പ്രണവിനോട്. എൻ്റെ മോനെ, നമുക്കുണ്ടല്ലോ ഇതെന്താണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അമ്മാതിരി ഐറ്റങ്ങളൊക്കെയാണ് പെട്ടച്ച് വിട്ടേക്കുന്നത്. പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഇറ്റ് ഈസ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. മിസ്സ് ചെയ്ത തിയേറ്ററിൽ ഏറ്റവും വലിയ മിസ്സാവാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തിയേറ്ററിൽ മിസ് ചെയ്യാണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് വൺ ഹെൽ ഓഫ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. ആൻഡ് രാഹുൽ സദാശിവൻ, കീപ് ബ്ലോയിങ് അവർ മൈൻഡ്സ് ഓഫ്. ഇതുപോലെ തുടരുക, തകർക്കുക, എന്താ പറയുക, പൊളിക്കുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എനിക്കിതിൽ വേറെ എന്താണെങ്കിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഗൈസ്, ഒരു കാര്യം, രാഹുൽ സദാശിവൻ ഹീ ഈസ് റോക്ക്. അതോടൊപ്പം തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിൻ്റെ ഒറ്റയ്ക്ക് നിന്നാണ് അഭിനയിക്കുന്നത്. പല സീൻസ് ഒറ്റയ്ക്ക് റിയാക്ട് ചെയ്യാൻ ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റിൽ നമ്മൾ ഓർത്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഊഹിച്ചെടുക്കണം ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതനുസരിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇത് ഏറ്റവും വലിയ പാട്. ഓപ്പോസിറ്റ് കോ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് സിങ്ക്രണൈസ് ചെയ്തെങ്കിലും പോവാം. ഇത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അഭിനയിക്കണമെന്നേ, അതൊക്കെ പുള്ളി അങ്ങ് തകർത്തിട്ടുണ്ട്.
ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പ്രീമിയർ ഷോയിലെ എക്സ്ട്രാ പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയത്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊട്ടാകെ തന്നെ. വേഗം ബുക്ക് ചെയ്തു. ടിക്കറ്റുകളൊക്കെ ചറവറ വിറ്റുകൊണ്ടിരിക്കുകയാണ്, പൊക്കോണ്ടിരിക്കുകയാണ്. ഇതൊരു A സർട്ടിഫൈഡ് സിനിമ കൂടിയാണ്, ഓർക്കുക. പക്ഷെ എന്നാൽ പോലും ഇതൊരു വലിയ കളക്ഷൻ റെക്കോർഡ് തീർക്കും. 100 കോടി അടിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അടിച്ചാൽ ഞാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി. പക്ഷേ എനിക്കറിയില്ല A സർട്ടിഫിക്കറ്റ് സിനിമ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത്. ബട്ട് ഇറ്റ് ഡിസേർവ്സ് എൻ A സർട്ടിഫിക്കറ്റ് ആൻഡ് ഇറ്റ് ഡിസേർവ്സ് എ വേൾഡ് ക്ലാസ് ഓഡിയൻസ്. ഇതൊക്കെ വിജയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. സോ watch it in theaters and experience that magnum opus film. Thank you so much.